Hi everyone, myself Mohammed Baba KH, faculty in Islamic Department of ME Engineering College, Perinthalmanna. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ KTUവിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാം എഴുതാൻ പോവുകയാണ് എല്ലാവരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. അവർക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വരുന്നത്. 2015 KTU ആരംഭിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു ആളുകൾക്ക് എല്ലാവർക്കും. അതുപോലെ ചേർന്ന കുട്ടികൾക്കും പല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്ജക്റ്റുകളും ഏറ്റവും ശ്രദ്ധേയമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്ട്. അതിന്റെ സബ്ജക്ട് കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ BE 103 എന്നാണ്. നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ് സ്ലോട്ട് E ആണ്. അപ്പൊ ഈ എക്സാമിനെ കുറിച്ച്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് പൊതുവെയുള്ള 2 തരം ധാരണകളാണ് ഉള്ളത്. ഇത് രണ്ടും നമ്മൾ പൊളിക്കേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും പാസ്സാകാൻ പറ്റും, വളരെ ഈസി ആണെന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം. രണ്ടാമത്തത്, ഇത് കുറച്ചൊക്കെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ഉള്ളവർക്ക് മാത്രമേ പാസ്സാകാൻ പറ്റൂ, ഒരു നോർമൽ ഒരു ആവറേജ് ഒരു കുട്ടിക്ക് പാസ്സാകാൻ പറ്റില്ല എന്നുള്ള ധാരണയാണ് രണ്ടാമത്തത്. ഈ 2 ധാരണയും പൊളിക്കുവാനും ഒപ്പം ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സബ്ജക്റ്റിൽ 6 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ലാസ്റ്റ് 2 മൊഡ്യൂളിലാണ് KTU വെയിറ്റേജ് കൂടുതലായി പറയുന്നത്. ഫസ്റ്റ് 2 മൊഡ്യൂളും 15% 15% ആണ് വെയിറ്റേജ് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ക്യാരീസ് 15%, സെക്കൻഡ് മൊഡ്യൂൾ ക്യാരീസ് 15%. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. പിന്നെ അതുപോലെ പിന്നെ പറയുന്നത് പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി, 3 pillars of sustainable development. Then next one, challenges for sustainable development. Then multilateral environmental agreements. Then CDM. Then Air Act, Water Act. എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ ആദ്യം പഠിക്കുക. അതിന് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ നൽകുന്നൊരു ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷൻ: മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് present generation without compromising the needs of future generations to come എന്നുള്ള സംഭവം. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ, ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക, നമ്മുടേതാക്കുക. ആ എക്സാമിന് ഷുവറാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. ദെൻ 3 pillars, അത് എക്സാമിന് 3 രീതിയിൽ ചോദിക്കാറുണ്ട്. ചില വർഷങ്ങളിൽ 3 pillars of sustainable development എന്ന് ചോദിക്കാറുണ്ട്, 3 dimensions of sustainable development എന്ന് ചോദിക്കാറുണ്ട്, then 3 spheres ചോദിക്കാറുണ്ട്, 3 dimensions ചോദിക്കാറുണ്ട്, 3 pillars ചോദിക്കാറുണ്ട്. 3 pillars എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ആൻസർ സെയിം ആണ്. 3 സസ്റ്റൈനബിലിറ്റികളാണുള്ളത്: ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഈ 3 സസ്റ്റൈനബിലിറ്റികളാണുള്ളത്. അപ്പോൾ അതിന്റെ ഒരു വെൻ ഡയഗ്രം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ വരച്ചു കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയ ഒരു വെൻ ഡയഗ്രം ഉണ്ട്. ആ വെൻ ഡയഗ്രവും ഈ ഡെഫിനിഷനും കൂടി ആയി കഴിഞ്ഞാൽ എന്തായി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള മൊഡ്യൂൾ നമുക്ക് കിട്ടാനുള്ള മാർക്കുകളൊക്കെ, ആ ഏരിയയിൽ വരുന്ന മാർക്കുകൾ നമുക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നത് ചലഞ്ചസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചലഞ്ചസ് അതിൽ ഇക്കണോമിക്, സോഷ്യൽ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് വളരെ സിമ്പിൾ ആയ ഒരു ഏരിയയാണ്. അത് കാര്യമായിട്ട് ഇടയ്ക്ക് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു രസം എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്നുള്ള പേപ്പർ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുന്നതാണ് കൂടുതൽ നന്നാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റെഗുലർ എക്സാം എപ്പോഴും സിമ്പിൾ ആവുകയും സപ്ലിമെന്ററി കുറച്ച് ടൈറ്റ് ആവുകയും ചെയ്യാണ് ഈ എക്സാമിന്റെ ഒരു രീതി, ഇതുവരെ കണ്ടിട്ടുള്ള ഒരു രീതി. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ പോകുന്നത് മൾട്ടിലാറ്ററൽ എൻവയോൺമെന്റൽ അഗ്രിമെന്റ്സ് എന്ന് പറയുന്ന സംഭവമാണ്. മൾട്ടിലാറ്ററൽ എൻവയോൺമെന്റൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട ഉടമ്പടികളെ കുറിച്ചാണ് മൾട്ടിലാറ്ററൽ എൻവയോൺമെന്റൽ അഗ്രിമെന്റ്സ്. അപ്പൊ അതില് KTU ചോദിക്കുന്ന സാധാരണ ഒരു 3-4 ഓപ്ഷൻസ് തരും. മാച്ച് ദ ഫോളോയിങ് തരും. 4 ഇയറും 4 വെന്യൂസും തരും. അത് മാച്ച് ചെയ്യാന്നുള്ളതാണ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് സ്ഥിരം ചോദിക്കുന്ന ചില വെന്യൂസ് ഉണ്ട്. വിയന്ന കൺവെൻഷൻ, അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ, അങ്ങനെയുള്ള സ്ഥിരം ചോദിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അതിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്.
ദെൻ നെക്സ്റ്റ് വാട്ടർ ആക്ട്, എയർ ആക്ട്. അത് നമുക്കറിയാം, വാട്ടർ ആക്ട് എയർ ആക്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരാക്ട് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇയർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കിയുള്ളതിൽ എയർ ആക്ട് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ എയർ എന്നുള്ള സ്ഥലത്തെല്ലാം വാട്ടർ കയറ്റി കഴിഞ്ഞാൽ എന്തായി അതിന്റെ ഡെഫിനിഷൻ മീൻസ് ആക്ട് ഈസ് സിമിലർ. അപ്പോ അതും എളുപ്പം അങ്ങനെ ചോദിക്കാറുണ്ട്. ചില ടൈമില് വാട്ടർ പൊല്യൂഷൻ ആണ് ചോദിക്കുക. അപ്പൊ അതിന് മാറി ആയിട്ടാണ് വരാറ്. എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷൻ ഒന്നിച്ച് വെച്ച അവസ്ഥകൾ ഉണ്ടായിട്ടില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സസ്റ്റൈനബിൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ്. ആ സോളിഡ് വേസ്റ്റ് വരുന്നത് ജനറൽ ടോപ്പിക് ആയിരിക്കും വരും, പുറത്തുനിന്നുള്ള സംഭവമായിട്ട്. കേരളത്തിലെ സോളിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾ, മാലിന്യമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഏരിയകളിലുള്ള വാർത്തകളും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വിളപ്പിൽശാല, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ലാലൂര്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ നെടിയമ്പറമ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പത്രവാർത്തകളോ അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമരങ്ങളോ മറ്റോ കൊടുത്തിട്ട് ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇതില് ഈ ലെസണില് ജനറൽ ആയിട്ടുള്ള ഒരുപാട് വായനകൾ നമ്മളെ സഹായിക്കും, പത്രവായനകളും മറ്റു കാര്യങ്ങളും നമ്മളെ സഹായിക്കും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് സീറോ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് സാധാരണ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് സീറോ വേസ്റ്റ്. പിന്നെ ഞാൻ നോട്ട്സ് ഒന്നും കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്നില്ല. നോട്ട്സ് നമ്മൾ ഇതിന്റെ താഴെ വരും, അതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് തരുന്നുണ്ട്. അതിനിപ്പോ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ സീറോ വേസ്റ്റ് സാധാരണ ചോദിക്കാറുള്ളത് അതിന്റെ ഡെഫിനേഷനും ദെൻ ബെനിഫിറ്റ്സ് ഓഫ് സീറോ വേസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ സംഭവം വളരെ സിമ്പിളാണ് പഠിക്കാൻ. അങ്ങനെ നോട്ട്സ് താഴെ വരുന്നത്. പിന്നെ 3R കോൺസെപ്റ്റ്, നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച സംഭവം തന്നെയാണ്. റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് എക്സാമിന് വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ, ഇങ്ങനെയുള്ള ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ഇത് നമ്മൾ നേരത്തെ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സംഭവമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളുകൾ. അപ്പൊ ഈ മൊഡ്യൂളിൽ നമുക്ക് ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നമുക്ക് മാർക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പൊ ഈ മൊഡ്യൂൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് വരുന്ന 3 ടോപ്പിക്കുണ്ട്: കാർബൺ ക്രെഡിറ്റ്, കാർബൺ ട്രേഡിംഗ്, കാർബൺ ഫുട് പ്രിന്റ്. അത് നമ്മൾ കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ CDMUമായിട്ട് ഈ ഭാഗത്തിന് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ കാർബൺ ക്രെഡിറ്റ്, കാർബൺ ട്രേഡിംഗ്, കാർബൺ ഫുട് പ്രിന്റ് നന്നായി പഠിക്കുക. എന്നിട്ട് അത് CDMUമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോ എന്ത് ചെയ്യും, നമുക്കത് കൂടുതൽ ക്ലിയർ ആവും. അപ്പോ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി തേർഡ് മൊഡ്യൂളിലേക്ക് പോവാം. തേർഡ് മൊഡ്യൂൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15% തന്നെയാണ് ഇതിനും വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് EMS എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അതിൽ തുടങ്ങി ദെൻ ISO സീരീസ് ആണ്, ISO 14000 സീരീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ISO 9000 സീരീസ് ഉണ്ട്. അത് ക്വാളിറ്റി മെയിൻ്റെനൻസിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ ISO 14000 എന്ന് പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലിനെസ് ഉറപ്പുവരുത്തുന്ന കമ്പനികൾ കൊടുക്കുന്ന സംഭവമാണ്. ISO 14000 സീരീസിനെ കുറിച്ചാണ് ഒരു ടോപ്പിക് ഉള്ളത്. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ആ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് LCA എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, ലൈഫ് സൈക്കിൾ അനാലിസിസ്, LCA. അതിന്റെ സ്കോപ്പ്, ഗോള്, കാര്യങ്ങൾ സിലബസ് പറയുന്നുണ്ട്. അപ്പോൾ LCA പഠിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് എക്സാമിന് സാധാരണ ചോദിക്കാറ് ഒരു ജീൻസിന്റെയോ അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ക് വന്നിട്ട് ആ ജീൻസ് എന്ന് പറഞ്ഞ ആ മെറ്റീരിയലിന്റെ ലൈഫ് സൈക്കിളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ലൈഫ് സൈക്കിളിൽ നമ്മൾ പഠിക്കുമ്പോൾ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ മുതൽ ഡിസ്പോസൽ വരെ, അല്ലെങ്കിൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ മുതൽ തിരിച്ച് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ അടുത്തെത്തി ലാസ്റ്റ് തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ വരുന്ന രീതിയിലുള്ള ക്രാഡിൽ ടു ക്രാഡിലാണോ, ക്രാഡിൽ ടു ഗ്രേവ് ആണോ, ക്രാഡിൽ ടു ഗേറ്റ് ആണോ, ഏതാണെന്ന് നമ്മൾ അതിൽ കൃത്യമായിട്ട് പറയണം. എന്നാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഇതിൽ ഈ LCAയിൽ ഉള്ള വ്യത്യസ്ത തരം LCAയിൽ മോസ്റ്റ് സസ്റ്റൈനബിൾ വൺ ഏതാണെന്നും ചോദിക്കാറുണ്ട്. ക്രാഡിൽ ടു ക്രാഡിലാണോ സസ്റ്റൈനബിൾ വൺ, ക്രാഡിൽ ടു ഗേറ്റ് ആണോ സസ്റ്റൈനബിൾ വൺ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ LCAയിലെ ടൈപ്സ് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ പേപ്പറിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നെക്സ്റ്റ് വൺ, ബയോമിമിക്രി. ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിച്ച സ്റ്റുഡൻസിനും, ഇപ്പോൾ 4 വർഷം മുമ്പാണ് നമ്മൾ ഈ KTU നിലവിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ സബ്ജക്ട് വരികയും ചെയ്തു. ഇത് പഠിച്ച കുട്ടികൾക്കും പഠിപ്പിച്ചവരും ഏറ്റവും എൻജോയ് ചെയ്ത് ക്ലാസ് എടുത്ത അധ്യാപകരും ഏറ്റവും എൻജോയ് പഠിച്ചവരും ഈ ടോപ്പിക്കാണ് ബയോമിമിക്രി.
അപ്പോ ബയോമിമിക്രിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് KT ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ബയോമിക്രിയുടെ ഫസ്റ്റ് എക്സാമിന് വന്ന ഫസ്റ്റ് ചാൻസ് വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നത്, ബാറ്റിന്റെ ഒക്കെ പിക്ചർ വന്നിട്ട് ഇതൊന്ന് ബാറ്റിൽ നിന്ന് എന്താണ് സയന്റിസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പോ ബുള്ളറ്റ് ട്രെയിനിന്റെ സീസണാണ്. നമ്മുടെ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, ജപ്പാനിലൊക്കെ വളരെ കാലങ്ങളായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനൊക്കെ വന്നിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഈസ് ഡിസൈൻ ഫ്രം, അതിന്റെ ഡിസൈൻ ബേസ് ചെയ്യുന്നത് ഏത് ജീവിയെ കുറിച്ചാണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ ബയോമിക്രിയിൽ ചിലപ്പോൾ അതേപോലെ പിക്ക് വന്നിട്ട് ഏതാണ് അവിടുന്ന് ഈ ജീവിയുടെ ഒരു ജീവിയുടെ പിക്ക് വന്നിട്ട് ഏത് ഇൻവെൻഷനാണ്, ഏത് കണ്ടുപിടുത്തമാണ് സയന്റിസ്റ്റുകൾ അതിന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ബയോമെട്രിക് ഡെഫിനേഷൻസ് പഠിക്കാം, പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് പഠിക്കാം, അതുപോലെ എക്സാമ്പിൾസ് പഠിക്കാം. 10ഓളം എക്സാമ്പിൾ നമ്മുടെ നോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാം. വളരെ സിമ്പിൾ ആയ ഒരു ഏരിയയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇപ്പോ പത്രമാധ്യമങ്ങളിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്ന സംഭവം. ഇപ്പോ പുതിയ പുതിയ എയർപോർട്ടുകൾ കേരളത്തിൽ വരുന്നു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വരുന്നു, പുതിയ പുതിയ പ്രൊജക്ടുകൾ വരുന്നു. അപ്പൊ ഇതിലൊക്കെ ഈ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടൊക്കെ പത്രത്തിൽ വരാറുണ്ട്. ചിലത് പോസിറ്റീവ് ആവും, ചിലത് നെഗറ്റീവ് ആവും. അപ്പോ ഈ ഏരിയയിൽ വളരെ കറന്റ്ലി പോപ്പുലർ ആയ റെലവന്റ് ആയ ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസിനും സാധ്യത കൂടുതലാണ്. ദെൻ അതിന്റെ പ്രൊസീജിയേഴ്സ്, ഈ ഏരിയയുടെ സ്റ്റെപ്സ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഹാസ് ടു ബി ഫോളോഡ് ഇൻ ഇന്ത്യ, ആ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ചിലപ്പോ പത്രങ്ങളിൽ വന്ന വാർത്തകളോ അല്ലെങ്കിൽ മറ്റ് മീൻസ് ഇന്റർനെറ്റിൽ നിന്നോ മറ്റു വന്ന വാർത്തകളോ ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് വരാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു വിദ്യാർത്ഥി വിജയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് മാർക്കുകൾ സിമ്പിളായി സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു, നമ്മൾ 4ലേക്ക് പോകണം. 4ാമത്തെ മൊഡ്യൂളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15% ആണ് മാർക്ക് വെയിറ്റേജ് ഉള്ളത്. ഇത് നേരത്തെ 3rd മൊഡ്യൂൾ പോലെ തന്നെ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, വളരെ കുറഞ്ഞ ടോപ്പിക്കും ഏരിയകളും കാര്യങ്ങളും ഒരു ഏരിയയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ, ദെൻ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻസ്, അതിൽ 2 നമുക്ക് മെയിൻ ആയിട്ടുള്ളത്, ലീഡും ഗൃഹയും. അപ്പൊ ആ 2 സാധനം. പിന്നെ ഗ്രീൻ ബിൽഡിംഗ് ആവണമെങ്കിൽ ഗ്രീൻ മെറ്റീരിയൽസ് വേണം. ആ ഗ്രീൻ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ദെൻ മെറ്റീരിയൽ സെലക്ഷൻ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളിന്റെ ആദ്യ ഭാഗത്തുള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് 2 ടോപ്പിക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. അപ്പൊ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിൽ ചിലപ്പോൾ മേ ബി ഈ ഇത്തവണ എക്സാമിന് ചോദിച്ചേക്കാം, യൂബറിനെ കുറിച്ചൊക്കെ ചോദിച്ചേക്കാം, കാർ പൂളിങ്ങിനെ കുറിച്ച് ചോദിച്ചേക്കാം. അങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നു. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിന്റെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് എക്സാമിന് എഴുതാൻ കഴിയണം. അപ്പോ ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിന്റെ പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് പലരും ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ട് സിംപിളി മക്കപ്പ് ചെയ്തിട്ട് വന്നെഴുതുന്നതാണ് കാണുന്നത്. പക്ഷെ വി ഹാവ് ടു ആഡ് മോർ കളേഴ്സ് ടു അവർ ആൻസേഴ്സ്. നമ്മുടെ ആൻസർ കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിൽ നമുക്ക് കാർ പൂളിംഗ് അങ്ങനെയുള്ള സംഭവം നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ വി ആർ മൂവിംഗ് ടു 5th മൊഡ്യൂൾ. 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ മൊഡ്യൂളാണ്. നമ്മൾ സെക്കൻഡറി ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പഠിച്ച ഒരു സംഭവമാണ് ഉള്ളത്. എനർജി സോഴ്സുകൾ, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ. ദെൻ ഡിഫറെന്റ് എനർജി സോഴ്സസ്, അതിൽ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ, അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ്, സോളാർ എനർജി മെറിറ്റ് ഡിമെറിറ്റ്, ജിയോ തെർമൽ മെറിറ്റ് ഡിമെറിറ്റ്, അങ്ങനെ ഓരോന്നിന്റെയും മെറിറ്റും ഡിമെറിറ്റുമാണ് ഈ ഏരിയയിൽ ചോദിക്കാറ്. വൺസ് ഡാമിന്റെ നമ്മുടെ ഡാമിനെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചിരുന്നു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, പിക്ചറും കാര്യങ്ങളൊക്കെ ഒരിക്കൽ വന്നു ചോദിച്ചു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം മതി. ഇഷ്ടംപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് 20% മാർക്ക് വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു 6th മൊഡ്യൂൾ. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ 5th മൊഡ്യൂൾ പോലെ തന്നെ 20% മാർക്ക് കവറേജ് ഉള്ള ഒരു മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും തേർഡും ആ മൊഡ്യൂളുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു മൊഡ്യൂളാണ് 6th മൊഡ്യൂൾ. അതായത് ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലൂടെ അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് പഠിച്ച ഒരാള് 6th മൊഡ്യൂൾ എത്തുമ്പോഴേക്കും മൊത്തത്തിലൊരു സസ്റ്റൈനബിൾ ആയി ചിന്തിക്കുന്ന ഒരു ഗ്രീൻ എഞ്ചിനീയർ ആയി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു വ്യക്തിയായിട്ട് അവൻ മാറുകയാണ്.
അപ്പൊ ആ അർത്ഥത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ മൊഡ്യൂളിൽ എല്ലാത്തിന്റെയും മുമ്പിൽ സസ്റ്റൈനബിൾ എന്നും ഗ്രീൻ എന്നുള്ള വേർഡ്സ് നമുക്ക് ആഡ് ചെയ്തതായി കാണാൻ കഴിയും, പ്രിഫിക്സ് ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഗ്രീൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഗ്രീൻ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമ്മൾ പഠിക്കണം. ദെൻ സസ്റ്റൈനബിൾ അർബനൈസേഷൻ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, മൂവ്മെന്റ് ഓഫ് റൂറൽ പീപ്പിൾ ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ്. ഇത് ലോകത്തെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോ ആ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഹൗ ടു മേക്ക് ഇറ്റ് സസ്റ്റൈനബിൾ, അതെങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റും, അതിനുള്ള സജഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അർബനൈസേഷനിൽ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ പോസിറ്റീവ് ഫാക്ടേഴ്സ്, പോസിറ്റീവ് തിങ്സ് മേക്സ് പീപ്പിൾ ടു മൂവ് ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ്. ആ സംഭവമാണ് അതിൽ ചോദിക്കാറ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ പോവർട്ടി റിഡക്ഷൻ, അതിലുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളും കാര്യങ്ങളും ഏതാണ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ പോവർട്ടി റിഡക്ഷൻ നമുക്കറിയുന്ന കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്ന, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലുള്ള സംഭവങ്ങളിലൂടെ പോവർട്ടി ക്യാൻ ബി അലിവിയേറ്റഡ് ഓർ റിമൂവ്ഡ്, നമുക്കത് ചെയ്യാവുന്നതാണ്, അങ്ങനെ എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസസ്, മെറ്റീരിയൽ സെലക്ഷൻ. നമ്മൾ നേരത്തെ ഗ്രീൻ മെറ്റീരിയൽസ് എന്നൊരു മൊഡ്യൂൾ നേരത്തെ വന്നതാണ്, ആ സാധനം തന്നെയാണ്. ഇതിന്റെ ഒരു വേറൊരു രീതിയിലാണ് സംഭവം വന്നത്, സെയിം ആണ്. നമുക്ക് പഠിക്കാൻ ഒറ്റത്തവണ പഠിച്ച് രണ്ട് ഇതിലും യൂസ് ചെയ്യാം. ദെൻ പൊല്യൂഷൻ പ്രിവെൻഷൻ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് തേർഡ് മൊഡ്യൂളിൽ കഴിഞ്ഞ് അതിൽ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് ആസിഡ് റെയിൻ ഒക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ സിക്സ്ത് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ ഹൗ ടു പ്രിവെന്റ് ഇറ്റ്, എങ്ങനെ നമുക്ക് ഇതിന് ഇല്ലാതാക്കാം. ഈ സിലബസിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു തോട്ട് പ്രോസസ്സിലൂടെയാണ് ഈ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊല്യൂഷൻ പ്രിവെൻഷനിലെത്തി. ദെൻ നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഇക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. അത് രണ്ടും മോസ്റ്റ് നോവൽ ഐഡിയാസ് ആണ്. അപ്പോൾ അതിൽ ഡെൻമാർക്കിലെ കാലൻബർഗ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എക്സാമ്പിൾസിൽ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഇക്കോളജി, ഇൻഡസ്ട്രിയൽ സിംബയോസിസ് രണ്ടും ഷെയറിംഗ് ഓഫ് മെറ്റീരിയൽസ് ആണ്. വൺ ഈസ് ഷെയറിംഗ് ഓഫ് മെറ്റീരിയൽസ് ഇൻ നിയർ ബൈ ഏരിയാസ് ആണ്. ദെൻ അനദർ വൺ ഈസ് സിംപ്ലി ഷെയറിംഗ് ഓഫ് മെറ്റീരിയൽസ് ബട്ട് നോട്ട് ഇൻ എ സിംഗിൾ ഏരിയ. ഒരേ ഏരിയയിൽ തന്നെയുള്ള കമ്പനികളാവണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ വ്യത്യസ്ത റീജിയനുള്ളതായിരിക്കാം, പക്ഷേ ദേ ആർ റെഡി ടു ഷെയർ ദെയർ മെറ്റീരിയൽസ് ആൻഡ് എനർജി എവറിഥിങ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ഇക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. അപ്പോ ഈ മൊഡ്യൂളിലും 20% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. യൂണിവേഴ്സിറ്റി പറയുന്നത് 20% ആണ്. ഫിഫ്ത് മൊഡ്യൂളിൽ നിന്ന് 20% ആണ്. സിക്സ്ത് മൊഡ്യൂളിൽ നിന്നും നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് സിമ്പിളായി അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഫിഫ്ത് മൊഡ്യൂൾ ഈസ് വെരി സിമ്പിൾ. ഈ നമ്മുടെ 6 മൊഡ്യൂളുകളിൽ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളാണ് ഫിഫ്ത് മൊഡ്യൂൾ. അപ്പോ സിക്സ്ത് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ, ഫിഫ്ത് മൊഡ്യൂൾ നമ്മൾ നേരത്തെ ഒരുപാട് പഠിച്ചതാണ്. ഫിഫ്ത് മൊഡ്യൂൾ നമുക്ക് 90% സ്റ്റുഡൻസിനും നേരത്തെ അറിയാവുന്നതാണ്. സിക്സ്ത് മൊഡ്യൂൾ നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ വി ക്യാൻ സിംപ്ലി പാസ് ദ എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KTU Squares.